ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പറയാണ്ട് വിഷമിക്കുന്നവരാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം ഒരു 20-30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ആഫ്റ്റർ 30 മിനിറ്റ്സ് നിങ്ങളുടെ ഫേസിനകത്ത് നിങ്ങൾക്ക് ഒരു ടൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചി ഫീൽ ചെയ്യുന്നുവെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈൻ ലൈൻസ് നന്നായിട്ട് മോർ വിസിബിൾ ആണ് എങ്കിൽ ഇതിൻ്റെ മീനിങ് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. അവരൊരിക്കലും നിങ്ങളുടെ സ്കിൻ റുട്ടീനിൽ മോയ്സ്ചറൈസർ എന്നൊരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്കിൻ ടൈപ്പായ ഓയിലി സ്കിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ആഫ്റ്റർ 30 മിനിറ്റ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനകത്ത് ഒരു ഷൈനി നമുക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ടീ സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോർഹെഡ്, ചിന്ന്, അതുപോലെ നോസ്, ഈ ഏരിയയിൽ ഒരു ഷൈനി ഫീൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ളവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓയിൽ കൺട്രോൾ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സേ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സെയിം തന്നെ ഓയിലി ഫീൽ ചെയ്യും. അത് ടീ സോൺ ഏരിയയിൽ ഞാൻ പറഞ്ഞ പോലെ, ടീ സോൺ എന്ന് പറയുന്നത് ഫോർഹെഡ്, നോസ്, ചിന്ന്, ഈ ഏരിയയിൽ നമുക്ക് ഓയിലി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഡ്രൈ ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. നമ്മുടെ ചീക്സിൽ ഡ്രൈ ആയിട്ടിരിക്കും അല്ലെങ്കിൽ നോർമൽ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കെയർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. ഒരു ബാലൻസ് കെയറിങ്ങിൽ പോകേണ്ടതാണ്. ഇനി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്കിന്നാണ് നോർമൽ സ്കിന്ന്. നോർമൽ സ്കിന്നുള്ളവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒത്തിരി ഓയിലി ആയിട്ട് ഫീൽ ചെയ്യില്ല, ഒത്തിരി ഡ്രൈനെസ് ഫീൽ ചെയ്യത്തില്ല. എപ്പോഴും നല്ല സ്മൂത്ത് ആൻഡ് ഈവൻ ആയിരിക്കും. ലക്കി സ്കിൻ. ഇനി അടുത്ത ലാസ്റ്റ് സ്കിൻ ടൈപ്പാണ് കേട്ടോ നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫേസിനകത്ത് ഒരു റെഡ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാക്കി തരും. അതുപോലെ എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ക്വിക്ക്ലി ആയിരിക്കും. അങ്ങനെയുള്ളതാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പാണ് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ അതിൽ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണമെങ്കിലാണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അതുവരെ എല്ലാവർക്കും ബൈ.